Preschool Management, Unit 5, Part 3. ഹ്യൂമൻ റിസോഴ്സിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളെന്ന് കഴിഞ്ഞ പാർട്ടുകളിൽ നാം പഠിച്ചു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ECC സ്റ്റാഫ്. ഒരു ECC സെൻറ്ററിൽ നാം സെലക്ട് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ ഗുണമേന്മകളാണ് നാം സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യുന്ന ECC സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നല്ല ഒരു വാം ലവിങ് ആൻഡ് സെക്യൂർ അറ്റ്മോസ്ഫിയർ, നല്ല ഒരു സ്നേഹത്തോടെയുള്ള ഒരു സേഫായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോഴാണ് കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ECC സ്റ്റാഫ് അവർ കൃത്യമായി ഗൈഡൻസ് കൊടുക്കുകയും കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുകയും വേണം. അതിന് പ്രാപ്തരായ, അതിന് ക്വാളിറ്റിയുള്ള ആളുകളെയാണ് ഒരു ECC സെൻറ്ററിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ECC സ്റ്റാഫിനുണ്ടായിരിക്കേണ്ട ഗുണമേന്മകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത്, ഒരു ECC സ്റ്റാഫ് എന്ന് പറയുമ്പം അവിടുത്തെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ വർക്കർ ആൻഡ് ഹെൽപ്പർ രണ്ട് പേരും ആവും. അവിടുത്തെ ടീച്ചർ ആവാം, അതേപോലെ തന്നെ അവിടുത്തെ ഹെൽപ്പർ ആവാം. രണ്ട് പേർക്കും ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ്. ഒന്നാമത്തത്, ഷീ മസ്റ്റ് റിമെയിൻ ഇമോഷണലി മെച്വർ ആൻഡ് സ്റ്റേബിൾ. വൈകാരിക പക്വതയും സ്ഥിരതയും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ, ചില അധ്യാപകർക്ക് അല്ലെങ്കിൽ ECCയിലെ വർക്കർമാർക്ക്, സ്റ്റാഫിന്, അവിടുത്തെ ടീച്ചർക്ക് വൈകാരിക പക്വത ഉണ്ടാവില്ല. ഒരു ദിവസം നല്ല ചിരിച്ചുകൊണ്ട് അങ്ങ് വരും, അടുത്ത ദിവസം ഝാൻസി റാണിയെ പോലെ, അടുത്ത ദിവസം എന്തോ ഒരു ഭ്രാന്താശുപത്രിയിലെ ആളുകളെ പോലെ, ഒരു ദിവസം കൂള്, മറ്റൊരു ദിവസം ഭ്രാന്ത്. അങ്ങനെ ഇമോഷണലി ഫ്ലക്ച്വേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളുകളുണ്ട്. ഒരിക്കലും ഇത് കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ചിട്ട് ചെറിയ കുട്ടികൾക്ക്. അതുകൊണ്ട് നമ്മൾ ഇമോഷണലി മെച്ചോർഡായിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഒരു മിനിമം ഒരു മെച്ചോർഡായിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റ സംവിധാനമായിരിക്കണം അധ്യാപകരുടെ ഭാഗത്തുനിന്നും അതേപോലെ അവിടുത്തെ ഹെൽപ്പറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ഒരു ECC സ്റ്റാഫിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഇമോഷണലി മെച്വർ ആൻഡ് സ്റ്റേബിൾ. സെക്കൻഡ് വൺ, സെൽഫ് കോൺഫിഡൻറ്റ്. അവർ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. എനിക്കിത് ചെയ്യാൻ പറ്റുമല്ലേ? പറ്റുമായിരിക്കും, പറ്റൂലേ, പറ്റിക്കും അല്ലേ? ഇങ്ങനെ ചാഞ്ചാടുന്ന ആളുകളുണ്ട്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കണം. മൂന്നാമത്തത്, ഷീ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ ഹെർ ബിഹേവിയർ. അവരുടെ പെരുമാറ്റത്തിലും സ്ഥിരത ഉണ്ടായിരിക്കണം. അതാണ് പറഞ്ഞത്, ഒന്ന് ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. അങ്ങനെ ചാഞ്ചാടുന്ന രീതിയിൽ ഒരു ദിവസം സന്തോഷം, ദുഃഖം, ദേഷ്യം എന്ന് പറയുന്നത് പോലെ ഇവരുടെ പെരുമാറ്റത്തിലും എന്തായിരിക്കണം? കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ കുട്ടികളോട് പെരുമാറുന്നതിന് എപ്പോഴും ഒരേ ഒരു രീതി ഫോളോ ചെയ്യണം. ഇപ്പോൾ ചില ആളുകളെ നമ്മൾ പറയാറുണ്ട്, അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. പക്ഷെ അയാൾ ദേഷ്യക്കാരനാണെങ്കിലും അയാളുടെ ഉള്ളിൽ മാത്രമേ ദേഷ്യം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ഇയാളൊരല്പം ദേഷ്യക്കാരനാണ് എന്ന് മനസ്സിലായാൽ കുട്ടികൾ അതിനനുസരിച്ച് കൊണ്ട് നമ്മോട് പെരുമാറും. പക്ഷേ ചില ആളുടെ ബിഹേവിയർ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇന്നൊന്ന്, ശനിയാഴ്ച ഒന്ന്, ചൊവ്വാഴ്ച ഒന്ന്, ബുധനാഴ്ച ഒന്ന്, വ്യാഴാഴ്ച ഒന്ന്, വെള്ളിയാഴ്ച ഒന്ന്. ഞാൻ ഓർത്തു പോകുന്നത്, എൻ്റെ പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ +2 ക്ലാസ് എടുക്കും. അന്ന് വിദ്യാർത്ഥികളെ നന്നായി അടിക്കും. അന്ന് എല്ലാ വെള്ളിയാഴ്ചയും മൂപ്പര് വന്നിട്ട് ചോദ്യം ചോദിക്കാം, എന്നിട്ട് ഉള്ള ചൂരലൊക്കെ അടിച്ചു പൊട്ടിക്കും. അവസാനം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ലാസ്സിൽ കുട്ടികൾ വരാതെയായി. അപ്പോൾ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച വരാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞു, അയ്യോ ഇന്ന് നമ്മുടെ ഇന്ന സാറിന് ഭ്രാന്തൾ എന്ന ദിവസമാണ്, ഇന്ന് ഞാനില്ലേ. അപ്പോൾ നമുക്ക് ബിഹേവിയറിൽ കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് പോകാൻ പാടില്ല. അപ്പോൾ ECC സ്റ്റാഫിന് ബിഹേവിയറിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ. മറ്റൊന്ന്, ഷീ ഷുഡ് ബി എന്തൂസിയാസ്റ്റിക് അബൌട്ട് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ. കുട്ടികളുമായിട്ട് ഇടപെടുന്നതിന് ഒരു എന്തൂസിയാസം വേണം.
ആർക്കോ വേണ്ടി, ശമ്പളം കിട്ടാൻ വേണ്ടി ആരോ നിർബന്ധിച്ച് പുഷ് ചെയ്ത് പറഞ്ഞു കൊണ്ടുപോയി തള്ളിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിലേക്ക് ആവരുത്. ഒരു എന്തോസിയാസമൊക്കെ ഉള്ള ഒരു നല്ല ഒരു ത്രില്ലൊക്കെ ഉള്ള ആളുകളെ വേണം നമ്മൾ ഈ ECC സ്റ്റാഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ. എ റിലാക്സ്ഡ് ആൻഡ് സ്മൈലിംഗ് വർക്കർ വിത്ത് സോഫ്റ്റ് പ്ലസൻറ്റ് വോയിസ്. റിലാക്സ്ഡ് ആയിരിക്കണം എപ്പോഴും. നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല, നല്ല രീതിയിൽ കുട്ടികളുമായിട്ട് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് സ്മൈൽഡായിട്ട് വളരെ സോഫ്റ്റ് പ്ലസൻറ്റ് വോയിസ്, കുട്ടികളെ കാണുമ്പോൾ എന്താടോ വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പരുക്കൻ ശബ്ദത്തിലൊക്കെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നല്ല പ്ലസൻറ്റ് വോയിസിൽ ഒരു കുട്ടീനോട് എന്തെങ്കിലും ചോദിച്ചാൽ മോനെ പറയൂ, ടുക്കിടൂ പറയൂ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, നല്ല റെസ്പോൺസ് കിട്ടും. അതല്ലാതെ പറയടാം, നീ ആരടാം, ഇവിടെ വരൂടാം എന്നൊക്കെ അല്ലേ. ഞാൻ ഇത് ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. റിലാക്സ്ഡ് ആൻഡ് സ്മൈലിംഗ് വർക്കർ വിത്ത് സോഫ്റ്റ് പ്ലസൻറ്റ് വോയിസ് വിൽ റിസീവ് ബെറ്റർ റെസ്പോൺസ് ഫ്രം ദ ചിൽഡ്രൻ. അപ്പോൾ സ്മൈലിംഗ് ആയിരിക്കണം, റിലാക്സ്ഡ് മൈൻഡ് ആയിരിക്കണം, പ്ലസൻറ്റ് വോയിസ് ആയിരിക്കണം, സോഫ്റ്റ് വോയിസ് ആയിരിക്കണം. ഇതൊക്കെ ECC വർക്കറിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ്. മറ്റൊന്ന്, ഷീ ഷുഡ് ബി എ ഗുഡ് ലിസണർ. നല്ല ലിസണർ ആയിരിക്കണം. കുട്ടി എന്തെങ്കിലും വന്നിട്ട് പറയുമ്പോൾ പോയേ കൂടുതൽ വർത്തമാനം വേണ്ട. രാവിലെ തന്നെ കുട്ടി വന്നിട്ട് വളരെ പ്രതീക്ഷയോടുകൂടെ ടീച്ചറെ എൻ്റെ വീട്ടിൽ ഇന്ന് ദോശയായിരുന്നു, ദോശക്ക് ഒക്കെ ഇങ്ങനെ അതൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സംസാരശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ നമ്മളൊരു ലിസണർ ആയിരിക്കണം. നല്ലൊരു ലിസണർ ആയിരിക്കണം, കേൾവിക്കാരിയായിരിക്കണം. മറ്റൊന്ന്, ഷീ ഹാസ് ടു ബി പേഷ്യൻറ്റ്. നല്ല ക്ഷമയുണ്ടാവണം. പഞ്ചാബിലൊക്കെ കേൾക്കാം, അധ്യാപകൻ കുട്ടിയുടെ തല ചുമരിലടിച്ചു കൊന്നു, അല്ലേ, ഒരക്ക കൊണ്ട് അടിച്ചു കൊന്നു എന്നൊക്കെ കേൾക്കാം. നമുക്ക് ക്ഷമയില്ലെങ്കിൽ മരണസംഖ്യ കൂടും. അപ്പോൾ നല്ല ക്ഷമ. അതുകൊണ്ട് തന്നെയാണ് അമ്മമാരെ, സ്ത്രീകളെ, പ്രത്യേകിച്ചിട്ട് സ്ത്രീകളെ ഈ ഒരു മേഖലയിലേക്ക് സ്ത്രീകൾക്ക് മാത്രമേ ഈവൻ മോണ്ടിസോറി കോഴ്സ് പോലുള്ളൂ. എന്തുകൊണ്ടാണ്? ഇത് പുരുഷന്മാരെങ്ങാനും ഈ ജോലിയിൽ പ്രവേശിച്ചാൽ അല്ലേ, ശ്മശാനങ്ങളും കബസ്ഥാനികളൊന്നും പിന്നെ മതിയാകൂല. She should have the ability to build good relationship with the children and other members of the ECC center, parents of the children and other community members. നല്ല ബന്ധം ഉണ്ടാക്കണം. അവിഹിത ബന്ധമല്ല, നല്ല ബന്ധമാണ് കേട്ടോ. ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ്. അല്ലാതെ ടീച്ചർമാരൊക്കെ പോയിട്ട് നാട്ടുകാരോടായിട്ട് അവിഹിത ബന്ധം ഉണ്ടാക്കാനല്ല പറയുന്നത്. അപ്പോൾ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ചിൽഡ്രൻ, കുട്ടികളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക. അതേപോലെ തന്നെ ആ സ്ഥാപനത്തിലെ സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക. അതേപോലെ പാരൻസിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഇതിനൊക്കെ കഴിവുള്ള ആളെയാണ് ECCയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ദ ECCE വർക്കർ ഷുഡ് ലുക്ക് ആൻഡ് ഫീൽ കംഫർട്ടബിൾ വൈൽ വർക്കിംഗ് വിത്ത് ദ ചിൽഡ്രൻ. കുട്ടികളുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഒരു കംഫർട്ട് ഫീൽ ചെയ്യണം. ചില അധ്യാപകരൊക്കെ പ്രാഗിക്കൊണ്ടാണ്, ദൈവമേ എത്ര പാണ്ടി ലോറി പോകുന്ന വഴിയാണ്, ഇവന്മാരിലൊന്ന് തീരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഇഷ്ടം പോലെ ടീച്ചേഴ്സുണ്ട്. കുട്ടികളെ പ്രാകുക, കരയുമ്പം ചീത്ത പറയുക, മനസ്സിൽ വെറുപ്പ്. ആ ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളെ ഇടപെടുന്ന സമയത്ത് തന്നെ എന്തോ ഒരു വിദ്വേഷം. അങ്ങനെയല്ല, വളരെ സന്തോഷത്തോടെ ഇത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ മക്കളാണെന്ന തോന്നലോടുകൂടി ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് വെക്കേണ്ടത്. മറ്റൊന്ന്, ഷീ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ കീപ്പിംഗ് ഹെർസെൽഫ് അബ്രീസ്ഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഓൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ നമ്മുടെ ടീച്ചർമാർ, അവിടെയുള്ള ഹെൽപ്പർമാരൊക്കെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരായിരിക്കണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ചൈൽഡ് ഡെവലപ്മെൻറ്റും ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തഡോളജിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളായിരിക്കണം. അല്ലാതെ 12 വർഷം മുമ്പ് മോണ്ടിസോറി TTC കഴിഞ്ഞു, പ്രീ പ്രൈമറി TTC കഴിഞ്ഞു, TTC കഴിഞ്ഞു, B.Ed കഴിഞ്ഞു, അതിനുശേഷം വേറെ ഒരു പുസ്തകമോ ഒന്നും വായിച്ചിട്ടില്ല ടീച്ചർ. 12 വർഷമായി ടീച്ചർ. 12 വർഷം അങ്ങ് ബാക്കിലാണ്, പഴയ നൂറ്റാണ്ടിലുള്ള ആളാണ്. പുതിയ മെത്തഡോളജിയെ കുറിച്ചിട്ട് ടീച്ചറിന് അറിയില്ല. അപ്പോൾ പുതിയ മെത്തഡോളജിയെ കുറിച്ചിട്ട് പഠിക്കുന്നവരും അറിയുന്നവരായിരിക്കണം ECCയിലെ വർക്കർമാർ. അതേപോലെ തന്നെ ഷീ ഷുഡ് ബി ഏബിൾ ടു മോട്ടിവേറ്റ് ആൻഡ് സപ്പോർട്ട് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. മോട്ടിവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും
സ്റ്റാഫ് മെമ്പേഴ്സിനെയും ഈ സ്ഥാപനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് മറ്റു സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരും മോട്ടിവേറ്റ് ചെയ്യുന്നവരുമായിരിക്കണം ECCയിലെ സ്റ്റാഫ് അഥവാ വർക്കറും ഹെൽപ്പറും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ECC സ്റ്റാഫ്. ഇനി നേരത്തെ ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി പഠിക്കുന്നത് ഒരു ECC സ്റ്റാഫിൻ്റെ റോള്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തവും അവരുടെ പങ്കും എന്താണ്, എന്തൊക്കെ റോളാണ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവർക്ക് വഹിക്കാനുള്ളത്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഒരു ECC വർക്കർ അഥവാ ടീച്ചർ, മെയിൻ ECC വർക്കർ ടീച്ചറുടെ ഉത്തരവാദിത്തങ്ങളും റോളും എന്താണെന്ന് പഠിക്കാം. നമ്പർ 1, ദ പ്ലാനിങ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി കണ്ടക്റ്റഡ് അറ്റ് ദ സെൻറ്റർ. ഈ സെൻറ്ററിൻ്റെ മൊത്തം പ്ലാനിങ് നടത്തേണ്ടത് ECC വർക്കറാണ്. ഈ സെൻറ്ററിൻ്റെ ECC സെൻറ്ററിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനിങ്, എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ പ്ലാനിങ്ങും ചെയ്യേണ്ടത് ആരാണ്? ECC വർക്കറാണ്. രണ്ടാമത്തത്, ദ പ്ലാനിങ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി കണ്ടക്റ്റഡ് അറ്റ് ദ സെൻറ്റർ ഹാസ് ടു ബി ഡൺ ബൈ ദ ECC വർക്കർ. ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തത്, ദ വർക്കർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾ. ഷോർട്ട് ടേം ഗോൾ ഇൻക്ലൂഡ് ദ ഡെയിലി ഓർ വീക്ക്ലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ. ഇന്നത്തെ എന്തൊക്കെയാണ് കാര്യം, ഇന്ന് രാവിലെ 9 മണി മുതൽ 2 മണി വരെ നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ 9 മണി മുതൽ 2 മണി വരെ എന്തൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത്? അപ്പോൾ ഡെയിലി പ്ലാൻ, അതിനാണ് ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുന്നത്. ഡെയിലി വീക്ക്ലി പ്ലാനുകളൊക്കെ ആകുമ്പോൾ ഷോർട്ട് ടേം പ്ലാനുകളാണ്. ലോങ് ടേം എന്ന് പറയുമ്പോൾ ശരിക്കും ഈ സ്ഥാപനത്തിൻ്റെ ദീർഘകാല പ്ലാനുകളാണ്. വർഷങ്ങളപ്പുറം നമുക്ക് ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഇത് വലിയൊരു പ്രസ്ഥാനമായി വളരണം, ആ രീതിയിലേക്ക് നമ്മൾ ഇപ്പം തന്നെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ലോങ് ടേമും ഷോർട്ട് ടേം ആയിട്ടുള്ള സകലമാന പ്ലാനുകളും ഉണ്ടാക്കേണ്ടത് ആരാണ്? ECC വർക്കറാണ്, ടീച്ചറാണ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ വർക്കർ ഹാസ് ടു സ്പെസിഫൈ വാട്ട് ഷീ ഹോപ്സ് ടു അച്ചീവ് അറ്റ് ദ എൻഡ് ഓഫ് 1 year ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എന്തൊക്കെ പഠിക്കണം, ഈ വർഷം കഴിയുമ്പോഴേക്ക് എന്തൊക്കെ ആവണം. ഉദാഹരണത്തിന് ഇപ്പോൾ സാധാരണ LKG UKG അല്ലെങ്കിൽ ഒരു 2 വർഷം 3 വർഷത്തെ മോണ്ടിസോറിയൊക്കെ കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലൊക്കെ നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്നൊരവസ്ഥയൊക്കെ ആവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ECC വർക്കറാണ് പ്ലാൻ ചെയ്യേണ്ടത്. അത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത്, ദ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് സാറ്റിസ്ഫൈയിങ് ദ വേരിയസ് നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ. പിന്നെ മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന വിദ്യാർത്ഥികളുടെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, അവരുടെ സംതൃപ്തി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ ദേ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ ഓവറോൾ പെർഫോമൻസ്. നമ്മുടെ ആകെ മൊത്തത്തിലുള്ള പെർഫോമൻസിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആക്കേണ്ട ഉത്തരവാദിത്വമാർക്കാണ്? ടീച്ചർക്കാണ്. മറ്റൊന്ന്, ദ ECC വർക്കർ ഓൾസോ പ്ലേസ് ദ റോൾ ഓഫ് ദ മാനേജർ ഓഫ് ദ സെൻറ്റർ. ECC വർക്കർ അഥവാ ഈ ടീച്ചറാണ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ. ചെറിയ ഡ്യൂട്ടിയല്ല. ആസ് ഓൾറെഡി ഡിസ്കസ്ഡ്, എ ഗുഡ് ECC വർക്കർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സക്സസ് ഓഫ് ദ സെൻറ്റർ. ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും ഉത്തരവാദി ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ കുട്ടികളുടെ ഇത് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഷി ഹാസ് ടു ഹാൻഡിൽ നോട്ട് ഓൺലി ദ ചിൽഡ്രൻ ബട്ട് ഓൾസോ ദ മദർ മെമ്പേഴ്സ് ഓഫ് ദ സെൻറ്റർ, ഓർഗനൈസ് ദ വേരിയസ് പ്രോഗ്രാം. കുട്ടികളെ മാനേജ് ചെയ്താൽ പോരാ, മറ്റു ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യണം, രക്ഷിതാക്കളെ മാനേജ് ചെയ്യണം, കമ്മ്യൂണിറ്റിൻ്റെ സപ്പോർട്ട് വാങ്ങണം, പാരൻസിൻ്റെ മീറ്റിംഗ് വിളിക്കണം, അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം. അതാണ് പറഞ്ഞ ഒരു മാനേജറാണ് ശരിക്കും ECC വർക്കർ. അപ്പോൾ അത്രയും വലിയ റോളുണ്ട്, ഉത്തരവാദിത്വമുണ്ട് ആ ടീച്ചറിന്. അതേപോലെ തന്നെ ദ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആർ ടു ബി മെയിൻറ്റെയിൻ ബൈ ദ വർക്കർ. ആ സ്ഥാപനത്തിൽ ആവശ്യമായ റെക്കോർഡുകൾ, രജിസ്റ്ററുകൾ, അറ്റൻഡൻസ് രജിസ്റ്റർ, ഫീസ് റെക്കോർഡ്, ഫീസ് രജിസ്റ്റർ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? ECC വർക്കറാണ്. ഇഫ് ദ സെൻറ്റർ പ്രൊവൈഡ്സ് മിഡ് ഡേ മീൽസ്, ഇനി ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ടോ, ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടോ, ദ വർക്കർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്ലാനിങ് ദ മീൽ. ഉച്ചക്ക് ഭക്ഷണം നമ്മളവിടെ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? അതിനൊരു മെനു. എല്ലാ ദിവസവും ഒരേ ഭക്ഷണം ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല, വെറൈറ്റി കൊടുക്കണം. അപ്പം അതിൻ്റെ മെനു ഒക്കെ തീരുമാനിക്കുന്നത് ECC വർക്കറാണ്. ദ വർക്കർ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ചും ബോധവാനായിരിക്കണം ടീച്ചർ.
അതുകൊണ്ട് തന്നെ റെഗുലർ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കണം. ഡോക്ടർ വരണം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവണം. കുട്ടികൾക്ക് എന്തെങ്കിലും എമർജൻസി കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ഇമ്മ്യൂണൈസേഷൻ, രോഗപ്രതിരോധ ശേഷി, വാക്സിനേഷൻ, കുത്തിവയ്പ്പുകൾ ഇതെല്ലാം കൊടുക്കണം. അപ്പോൾ ECC വർക്കർ എന്ന് പറയുന്നത് ടീച്ചർ രാവിലെ വന്നിട്ട് ഈ പഠിപ്പിച്ചിട്ട് പോകേണ്ടവരല്ല. The worker should be aware of the norms for development and should be able to identify any delay in development of children. പിന്നെ ഈ വർക്കർ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് നോംസ്, ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോണുകളെ കുറിച്ച് അറിയുന്നവരായിരിക്കണം. അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഏതെങ്കിലും കുട്ടികൾക്ക് ഡിലേ ഇൻ ഡെവലപ്മെൻ്റ് ഉണ്ടോ എന്ന് ചർച്ച ചെയ്യണം. അങ്ങനെ ഡിലേ കണ്ട ഉടനെ അത് അസസ് ചെയ്ത് എന്ത് ചെയ്യണം, അത് അറിയിക്കണം. അപ്പോൾ വലിയൊരു ദൗത്യമാണ് ഒരു ECC വർക്കറിനുള്ളത്. ഇനി നമുക്കുള്ളത് ഹെൽപ്പറാണ്. രണ്ടാമത് ഹെൽപ്പറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽപ്പറാണ് ആക്ട്സ് ആസ് ആൻ അസിസ്റ്റൻറ്റ് ടു ദ വർക്കർ. വർക്കറിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ആര്? ഹെൽപ്പർ. ടീച്ചറെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഹെൽപ്പർ. ദ ഹൗസ് കീപ്പിംഗ് സർവീസസ് നീഡഡ് ഇൻ ദ സെൻറ്റർ ലൈക്ക് ക്ലീനിങ്, വാഷിംഗ് ദ യുട്ടൻസിൽ, കെയർ ഓഫ് പ്ലേ ഗ്രൗണ്ട്. ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറയുന്നത് തുടക്കുക, തൂത്തുക, ചായ ഉണ്ടാക്കുക, വെള്ളം കൊടുക്കുക, ക്ലീനിങ് അല്ലേ, വാഷിംഗ്, അതേപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് ക്ലീൻ ചെയ്യുക, എക്യുപ്മെൻറ്റുകളൊക്കെ കൃത്യമായി പൊടി തട്ടി വെക്കുക. ഇതെല്ലാം ആര് ചെയ്യേണ്ടതാണ്? ഹെൽപ്പറാണ്. ദ ഹെൽപ്പർ ഹാസ് ടു ബി വിത്ത് ദ ചിൽഡ്രൻ വെൻ ദേ ഗോ ടു ദ ടോയ്ലറ്റ്സ് ഓർ വാഷിംഗ് ഏരിയ. വാഷിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഹെൽപ്പർ കൂടെ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ട് കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ വഴുതി വീണുവോ. അതേപോലെ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോപ്പർ ക്ലീൻലിനെസ് ഓഫ് ദ ECC സെൻറ്റർ. നല്ല ക്ലീൻലിനെസ് ഉണ്ടായിരിക്കണം, ക്ലീൻ ആയിരിക്കണം സ്ഥാപനം. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഹെൽപ്പറിനാണ്. ഈ ഫുഡ് ഈസ് സെർവ്ഡ് അറ്റ് ദ സെൻറ്റർ, ദ ഹെൽപ്പർ ക്യാൻ കുക്ക് ദ മീൽ ആൻഡ് അസിസ്റ്റ് ഇൻ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ അമംഗ് ചിൽഡ്രൻ. ഭക്ഷണം ഉണ്ടാക്കേണ്ടതും അത് വിതരണം ചെയ്യേണ്ടതും ഹെൽപ്പറാണ്. ഇനി ഇൻ കേസ് ദ വർക്കർ ഈസ് ബിസി ഓർ അണേബിൾ ടു കം ടു ദ സെൻറ്റർ സം ഡേ, the helper should be able to handle the children in a manner that the daily pattern is not disturbed. ഒരു ദിവസം ടീച്ചർ ക്ലാസ്സിൽ വന്നില്ല എങ്കിൽ ഈ ഹെൽപ്പർ അന്നത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം, കുട്ടികളെ പോലും മാനേജ് ചെയ്യണം. The helper should also maintain a link with the children's parents. കുട്ടികളുമായിട്ട്, രക്ഷിതാക്കളുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കുകയും വേണം. ഇതെല്ലാം ഹെൽപ്പറുടെ ഉത്തരവാദിത്തങ്ങളാണ്. Throughout this discussion, ഈ ഡിസ്കഷനിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് we mention about the ECC worker in the female gender. ഫീമെയിൽ ആണ്. ഫീമെയിൽ അല്ലാത്ത ഒരാൾക്കും ഈ പറയപ്പെട്ട ജോലി ചെയ്യാൻ പറ്റില്ല. ടീച്ചറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റില്ല, ഹെൽപ്പറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റില്ല. This is so because during these early days or early years, children move out of their home for the first time and would look for a mother figure in the ECC worker. അമ്മയുടെ മടിത്തട്ടിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ഒരു കുട്ടിക്ക് ആദ്യമായി സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മയുടെ മുഖമുള്ള, അമ്മയുടെ ചായമുള്ള, അമ്മയുടെ കെയറിംഗ് ഉള്ള, അമ്മയുടെ സപ്പോർട്ടുള്ള ഒരാൾ വേണം. അതുകൊണ്ടാണ് ഫീമെയിലിനെ എന്ത് ചെയ്യുന്നത്? സെൻസിറ്റീവ് ആയതുകൊണ്ട്, കെയറിങ് ആൻഡ് ലവിങ് ആയതുകൊണ്ട്, അമ്മയെപ്പോലെ സെൻസിറ്റീവായ ഒരാളെ വേണമെന്നതുകൊണ്ടാണ് ഫീമെയിൽ സ്റ്റാഫിനെ മാത്രമേ ECC സെൻറ്ററിൽ പറ്റുകയുള്ളൂ. However, if the selectors find a man who has these qualities and who seems to enjoy working with the children, such a worker should be selected as gender does not play a significant role in the efficiency of a good ECC worker. അപ്പോൾ നമുക്ക് ഇനി ആണിനെ കിട്ടിയാലും എന്ത് ചെയ്യാം? വെക്കാം, പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ പോലെ വളരെയധികം ലോലഹൃദയനായ ഒരു മനുഷ്യനെ കിട്ടുകയാണ്, അങ്ങനെയുണ്ടല്ലോ, ഒരാളെ കിട്ടുകയാണെങ്കിൽ അയാളെ വെക്കാം. പക്ഷേ പ്രിഫറബിളി എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ റെയർ കേസിൽ മാത്രം അതിനാലോചിച്ചാൽ മതി. അതല്ലാത്ത കേസുകളിലൊക്കെ ഏറ്റവും നല്ലത് ഫീമെയിൽ സ്റ്റാഫുകളാണ്. ഇതാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും പഠിക്കാറുള്ളത്.